ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നല്ല ഭംഗിയുള്ളതായ ചുരിദാറിൻ്റെ ടോപ്പാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭംഗിയുള്ളതായ ഒരു വീനെക്കാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ള. കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ വീനെക്കിൻ്റെ അവിടെ മാത്രം പ്ലീറ്റ്സ് വരുന്ന രീതിയിലും അതുപോലെ തന്നെ വീനെക്കിൻ്റെ ഭാഗങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലൈഡർ ഷേപ്പിലൊരു ഡിസൈനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോർമൽ റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ള. നല്ല ഭംഗിയുണ്ട് നമ്മുടെ ടോപ്പ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ആ നെക്കിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവും നമ്മളൊരു ഡിഫറെൻ്റായിട്ട് ചെയ്തെടുത്തിട്ടുള്ള അത് രണ്ടും മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കട്ടിങ് കാണിച്ചിട്ടുണ്ട്, സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതുപോലത്തെ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. ബാക്കിലത്തെ പാർട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലത്തെ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്ക് റൗണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലത്തെ നമ്മൾ സാധാരണ നോർമലായിട്ട് എങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യുന്നത് അതേ മോഡലിലാണ് നമ്മൾ ബാക്കിലത്തെ പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ അളവെടുത്തൊന്നും തയ്ക്കാൻ അറിയില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ചുരിദാർ അതിൻ്റെ മുകളിൽ മടക്കി വെച്ചിട്ടടക്കം നല്ല ഭംഗിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം. അപ്പോൾ അതേ നമ്മൾ നല്ല ഭംഗിയിൽ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനെ ഈ ബാക്ക് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പീസ് നമ്മുടെ ഫ്രണ്ടിലത്തെ പീസിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സെയിം ആം ഹോളാണ്, സെയിം സൈഡിലത്തെ സ്ലിറ്റൊക്കെ സെയിം ആണ്. പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ മാത്രം ആ വീനെക്കിൻ്റെ അവിടെ ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഫ്രണ്ടിലത്തെ പീസിലെ ഫ്രണ്ടിലെ നമ്മൾ തുണി വയ്ക്കുന്ന രണ്ടായിട്ട് മടങ്ങി കിടക്കുന്ന ഭാഗത്തിൽ ഫ്രണ്ട് സൈഡിൽ മാത്രം ഒരു 4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടാണ് നമ്മുടെ ഈ ബാക്ക് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും കൂടി നോക്കിയാൽ മതി. നല്ല ഭംഗിയിൽ നിങ്ങൾക്കും ഇതുപോലത്തെ അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ എയിം എന്ന് പറയുന്നത് അവരവരുടെ ഡ്രസ്സസ് നിങ്ങൾ വീട്ടിലിടുന്നതായ ഡ്രസ്സസെങ്കിലും നിങ്ങൾക്ക് നല്ല ഭംഗിയിലും പെർഫെക്റ്റിലും തയ്ക്കാനായിട്ട് പറ്റാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ മോസ്റ്റായിട്ട് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ ഓൾറെഡി യൂസ് ചെയ്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു കണ്ടൻറ്റും ഞാൻ ഇടുന്നുണ്ട്. അത് എവറി 3rd വെനസ്ഡേസിലാണ് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ള എല്ലാ ഐറ്റത്തിനും നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വേണ്ടതായ ടിപ്സും ട്രിക്സും എല്ലാം തന്നെ ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വർക്കിംഗ് ആണ്. വർക്കിംഗ് കഴിഞ്ഞ് കിട്ടുന്ന ഗ്യാപ്പിൽ പക്ഷേ ഇതൊരു ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുന്നൊരു ജോബാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു എനർജി കിട്ടുള്ളൂ. ഫ്രണ്ട് പോർഷൻ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ബാക്ക് പോർഷൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഓൾറെഡി 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്ക് പോർഷൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ആം ഹോളും സൈഡും നമ്മൾ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ ഒരു 1 ഇഞ്ച് നെക്കിൻ്റെ സൈഡിലേക്ക് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പീസ് വീനെക്കിൻ്റെ പീസ് വരുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഷോൾഡറിൻ്റെ ലെങ്ത്ത് വന്നോളൂ. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളതായ വീനെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ചെസ്റ്റിൻ്റെ അവിടം വരെയും വരുന്നുണ്ട്. അപ്പോൾ അത് അവിടം വരെയും നമ്മൾ ജസ്റ്റ് ഒന്ന് വീനെക്ക് പോലെ മാർക്ക് ചെയ്ത് ആദ്യം കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് അവിടെ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് സ്ക്വയർ പോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഇനി മനസ്സിലാവുന്നില്ല എങ്കിൽ ഒരു 2-3 ടൈംസ് ആ ഒരു പോർഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പുതിയ മോഡൽസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേ നമ്മുടെ വീനെക്ക് കവർ ചെയ്യാനായിട്ട് ഒരു വൈറ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അത് നമ്മൾ രണ്ട് സൈഡിലായിട്ടും ആ ഒരു വൈറ്റ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് നമ്മളൊരു എൽബോ സ്ലീവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എൽബോ സ്ലീവ് ആദ്യം കട്ട് ചെയ്യുമ്പോൾ നോർമലായിട്ട് നിങ്ങളുടെ മെഷർമെൻറ്റ് എങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ഈ ഒരു നെക്കിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ളൊരു സ്ലീവായിട്ട് മാറ്റിയെടുക്കുന്നത്. നെക്കിൻ്റെ പോർഷൻ നോക്കുമ്പോൾ നമ്മളുടെ ആ വൈറ്റ് പോർഷൻ അറ്റാച്ച് ചെയ്തതിൻ്റെ താഴെയായിട്ട് കുറച്ച് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെയും എൽബോൻ്റെ അവിടെ ആയിട്ട് കുറച്ച് പ്ലീറ്റ്സും കൂടി കൊടുത്തിട്ട് രണ്ട് മാച്ചിങ് ആയിട്ട് നല്ല യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും നമ്മുടെ വൈറ്റ് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ താഴെ വരുന്നതായ ഗ്യാപ്പിൽ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പ്ലീറ്റ്സ് ഇട്ടിട്ട് ആദ്യം അടിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് അടിച്ചതിൻ്റെ ശേഷമാണ് ആ വൈറ്റ് പീസും ആ പ്ലീറ്റ്സും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത്രയും വൈഡായിട്ടുള്ള നെക്കാണ്. ആ നെക്കിനെ കവർ ചെയ്യാനായിട്ട് ഒരു പീസും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ നെക്കിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നൊരു വി പീസ് ഉണ്ട്. ആ വി പീസ് തന്നെ നമ്മൾ എടുത്താൽ മതി. ആ പീസിലേക്ക് നമ്മളൊരു ലേഡർ ഷേപ്പ് വരാനായിട്ട് ഒരു വൈറ്റും സെയിം മെറ്റീരിയലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നമ്മളുടെ ആ നെക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ വി നെക്ക് പോർഷൻ കവർ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ലേഡറിൻ്റെ പീസ് പോലത്തെ ഒരു പീസാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ നെക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് ആദ്യം നോക്കുക. ആ ലെങ്ത്തിന് അനുസരിച്ച് നമ്മുടെ ഒരു പീസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളതായ ഒരു നെക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പറ്റി. പിന്നെ ഇത് നമ്മുടെ ബാക്കിലേക്ക് നോർമലായിട്ട് വരുന്നതായ നമ്മുടെ യൂനെക്ക് തന്നെയാണ്. ലൈനിങ് പീസിൽ ജസ്റ്റ് അടിച്ചിട്ട് മറിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്ലീവിലേക്ക് കിടക്കുകയാണ്. സ്ലീവിനെ നമ്മൾ ആദ്യം തന്നെ ഡബിളായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോർഷൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്ക് ഒരു 4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഷേപ്പിലേക്ക് നമ്മൾ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ കർവ് ഷേപ്പിന് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ അത്രയും നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് കാണുന്നുണ്ടോ, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊരു യൂണിക് ഡിസൈനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ കർവ് മാത്രം ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള നൂലുകൾ വലിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലീറ്റഡ് പോർഷൻ കിട്ടും. എന്നിട്ടാണ് നമ്മൾ ഒന്നും കൂടി ആ ഒരു താഴത്തെ പോർഷൻ അടിച്ചിട്ട് മറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിലൊരു ഡിസൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല യൂണിക്കായിട്ടുള്ളൊരു ഡിസൈനാണ്.
അപ്പോൾ നമ്മളുടെ ടോപ്പ് നല്ല ഭംഗിയിൽ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈലൈറ്റ് ചെയ്തുള്ള പോർഷൻസ് ആയിട്ടുള്ള നെക്കും സ്ലീവും മാത്രമേ ഞാൻ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയല്ലാതെ നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ്. അത് കാരണം അത് കവർ ചെയ്തില്ല. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല യുണീക്കായിട്ടുള്ളൊരു വർക്ക് കാണിച്ചെന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവും നെക്കും ആണ് ഇതിൻ്റെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള. ഇട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടിപൊളിയായിട്ടായിട്ട് കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.